നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ലൈഫ് ഗുണഭോക്തൃ വിഹിതം ഉടൻ നൽകണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് CPM-ന്റെ മാർച്ച്. CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി T. ഗോപാലകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. റെഗുലറൈസ് ചെയ്ത പെർമിറ്റ് ഫീ അധിക വിഹിതം തിരിച്ചു നൽകുക, ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്തൃ വിഹിതം ഉടൻ നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് CPM-ന്റെ നേതൃത്വത്തിൽ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നു. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ധർണ CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി T. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബോധപൂർവം ഈ സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞ ഒരു കാര്യവും നടപ്പാക്കില്ല. തിരുവനന്തപുരം പഞ്ചായത്ത് ജനങ്ങൾ അനുഭവിക്കട്ടെ. എത്ര കഷ്ടപ്പെട്ടാലും അവർ അനുഭവിച്ചാലും അവർക്കൊരു പ്രശ്നമില്ല. ഇടതുപക്ഷ ഗവൺമെന്റോ MLA-യോ പറഞ്ഞ ഒരു കാര്യവും ഈ പഞ്ചായത്ത് നടപ്പാക്കില്ല. ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ. ഞാൻ വെറുതെ പറയുന്നില്ല, ഞാൻ പിന്നെ പറയുന്നത് അങ്ങനെ ഗവൺമെന്റ് പറഞ്ഞ മറ്റൊരു കാര്യം. മൂന്നാമത്തെ കാര്യമാണ് ഈ വീടുകളുടെ പെർമിറ്റുമായി ബന്ധപ്പെട്ട കാര്യം. എന്താണ് ഗവൺമെന്റ് തീരുമാനിച്ചത്? ഗവൺമെന്റ് തീരുമാനിച്ചത് 10-12 വർഷക്കാലമായി ഈ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചിട്ടില്ല. ചെറിയ ഫീസേ ഉള്ളൂ, ചെറിയ വാടകയുള്ളൂ, നല്ല നികുതിയേ ഉള്ളൂ. അതുകൊണ്ട് വർദ്ധിപ്പിക്കണം. എന്തിന്? ഗവൺമെന്റിന് 5 പൈസ കൊണ്ടുപോകാനല്ല, സംസ്ഥാന സർക്കാരിന് 5 പൈസ അതിൽ നിന്ന് ആവശ്യമില്ല. നമ്മുടെ പഞ്ചായത്തുകൾ സ്വയം പര്യാപ്തമാവണം. ഇന്ത്യ രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റ് പണം തരാതെ ഈ കേരളത്തെ ശ്വാസം മുട്ടിക്കുകയാണ്. അതുകൊണ്ട് അതിന്റെ ദോഷം മുഴുവൻ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും. പഞ്ചായത്തുകൾക്കും ഫണ്ട് കിട്ടാൻ സാധ്യത കുറവാണ് ഒരു കാലങ്ങളിൽ. അതുകൊണ്ട് പഞ്ചായത്തുകൾ അത്യാവശ്യ കാര്യം ചെയ്യാൻ പഞ്ചായത്തുകളുടെ കയ്യിൽ പൈസ വേണം. അതുകൊണ്ടാണ് പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചത്. VT ബിജു അധ്യക്ഷനായിരുന്നു. N മനോജ്, PK സതീശൻ, MV അനിൽകുമാർ, VT കരിമലി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരിയിൽ ബൈക്കിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട കാർ മതിൽ ഇടിച്ചു തകർത്തു. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷന് സമീപം തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം. ചങ്ങരംകുളം ഭാഗത്തു നിന്നും ചാലിശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും പോക്കറ്റ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്ന ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ അനഘ, കൃഷ്ണപ്രസാദ്, കാർ ഡ്രൈവർ ഉബൈദ് എന്നിവർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. 15 ദിവസം നീളുന്ന എടപ്പാൾ ശുഗപുരം കുളങ്കര ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി. ജനുവരി 19-നാണ് താലപ്പൊലി. ശബരിമല മുൻ മേൽശാന്തി തെക്കിനിയടത്ത് കൃഷ്ണൻ നമ്പൂതിരി, മേൽശാന്തി P. ശ്രീധരൻ നമ്പൂതിരി, മണിക്കുട്ടൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം കടവല്ലൂർ വാദ്യസംഘത്തിന്റെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് കൊടിക്കൂറയുണർന്നത്. പൂവത്താൻകണ്ടി ഭാസ്കരൻ സ്മാരക കുത്തുത്സവ കമ്മിറ്റിയുടെ കൂത്തുത്സവത്തിന്റെ ഭാഗമായി സുരേഷ് കാളിയത്തിന്റെ ഓട്ടൻതുള്ളലോടെ പരിപാടികൾ ആരംഭിച്ചു. ഇരട്ടത്തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, എഴുന്നള്ളിപ്പ്, മേളം, ചുറ്റുവിളക്ക് എന്നിവ നടന്നു. തുടർന്ന് ദിൽരാജ് ഗോപിയുടെ മോജോരാവും രാമായണം കഥയുടെ ആവിഷ്കാരമായ പാവക്കൂത്തുമുണ്ടായി. തിങ്കളാഴ്ച ഞാണത്തിൽ കൂത്തുകമ്മിറ്റിയുടെ വകയായി സന്ധ്യയ്ക്ക് നാഗസ്വരം, തായമ്പക, മേളം, എഴുന്നള്ളിപ്പ്, ശുഗപുരത്ത് മഠത്തിൽ കസിൻസിന്റെ സ്വരാഞ്ജലി, ഖരമോക്ഷം, പാവക്കൂത്ത് എന്നിവ നടക്കും. വിവിധ കൂത്തുത്സവ കമ്മിറ്റികളുടെ വകയായി നാഗസ്വരം, പഞ്ചാരിമേളം, അരങ്ങേറ്റം, നൃത്തനൃത്യങ്ങൾ, തിരുവാതിരക്കളി, കൊച്ചിൻ മൻസൂറിന്റെ ഗാനമേള, നാടൻ കലാരൂപങ്ങൾ, യോഗ പ്രദർശനം, താലം വരവ്, അക്ഷരശ്ലോക സദസ്സ് തുടങ്ങിയ പരിപാടികൾ താലപ്പൊലി വരെ ഉണ്ടാകും. CCTV ന്യൂസ്, തൃത്താല. കൊടുമുണ്ട കുഞ്ഞൻ നായർ സ്മാരക വായനശാലയുടെ ഉദ്ഭുത കേരളം വിജ്ഞാന കേന്ദ്രം സംവാദം സംഘടിപ്പിച്ചു. യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന വിഷയത്തിലായിരുന്നു സംവാദം. കൊടുമുണ്ട കുഞ്ഞൻ നായർ സ്മാരക വായനശാലയുടെ ഉദ്ബുദ്ധ കേരളം വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ സംവാദം സംഘടിപ്പിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ രാജ്യത്തെപ്പറ്റി കണ്ട സ്വപ്നങ്ങളെ തകിടം മറിക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്ക് പിന്തുണ നൽകുകയാണ് പലപ്പോഴും സുപ്രീം കോടതി ചെയ്യുന്നതെന്ന് അഡ്വക്കേറ്റ് C. ഷുക്കൂർ സംവാദത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയും സൂചിപ്പിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ രാജ്യത്തെക്കുറിച്ച് സ്വപ്നം കണ്ടത്
അത് തകിടം മറിക്കുന്ന രീതിയിൽ ആ സ്വപ്നങ്ങളെ തകർക്കുന്ന രീതിയിൽ നിലപാടുകൾ പല ഘട്ടങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുമ്പോൾ അതിന് പിന്തുണ നൽകുന്ന സമീപനമാണ് പല ഘട്ടങ്ങളിൽ സുപ്രീം കോടതി ഉണ്ടായത്. അതിന്റെ ഭാഗമാണ് ഇന്ന് പല സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്ടിലായിക്കോട്ടെ, കേരളത്തിലായിക്കോട്ടെ, ബംഗാളിലായിക്കോട്ടെ, കർണാടകത്തിലായിക്കോട്ടെ, ആന്ധ്രാപ്രദേശിലായിക്കോട്ടെ, ഇങ്ങനെ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിന് താല്പര്യമില്ലാതെ അവരോട് വിയോജിപ്പുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഗവർണർമാരെ നിയമിച്ച് കൃത്യമായ രാഷ്ട്രീയം നടത്തുന്ന രീതി വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. മുഹമ്മദ് മൂസിൻ MLA ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കമ്മുക്കുട്ടി എടത്തോൾ, എ നീരജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആർട്ടിക്കിൾ 1 ഭരണഘടനാ നിർമ്മാണ സഭയിൽ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് വരുൺ രഘുനാഥും, ഫെഡറലിസവും കോടതി വിധികളും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് PT ഷാഹുൽ ഹമീദും, ബഹുസ്വര ഇന്ത്യ എന്ന വിഷയത്തിൽ ആസിഫ് ഷഹീറും, ഫെഡറലിസം ലോകാനുഭവങ്ങൾ എന്ന വിഷയത്തിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് നിഷ വിജയനും, ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ രൂപാന്തരങ്ങൾ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് KP നിമിഷയും, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക ഫെഡറൽ അനുഭവങ്ങൾ എന്ന വിഷയത്തിൽ കാലിഫോർണിയ ഹോവാർഡ് യൂണിവേഴ്സിറ്റി അധ്യാപിക കാരി ജോൺസണും പഠനങ്ങൾ അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി അഡ്വക്കേറ്റ് C ഷുക്കൂറിന് വായനശാലയുടെ ഉപഹാരം സമ്മാനിച്ചു. K രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. KM ജിതേഷ്, KM വാസുദേവൻ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. ഒരു വായനശാല അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് നടത്തേണ്ടത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പ്രദേശത്തെ ചരിത്രമുള്ള ഉത്ബുദ്ധ കേരളം അടക്കമുള്ള ഒരുപാട് ചരിത്രമുള്ള ഒരു നാടാണ്. അവിടെ ഇത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് വളരെ അനിവാര്യമായ കാലത്ത് ചർച്ച ചെയ്യുകയാണ്. യൂണിയൻ എന്ന സങ്കല്പം നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 1 തന്നെ വരുന്നത്. സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ് ഇന്ത്യ എന്നാണ് ആദ്യം തന്നെ പറയുന്നത്. ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത് ഈസ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന തുടക്കം ആർട്ടിക്കിൾ 1 ആർട്ടിക്കിൾ തന്നെ പറയുന്നതാണ്. അതായത് വിവിധ സംസ്ഥാനങ്ങളുടെ തുടക്കം. അത് ഭരണഘടനാ അസംബ്ലിയിൽ ചർച്ച ചെയ്യുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾ, ചെറിയ ഡിബേറ്റുകളാണെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ, എന്താണ് ഫെഡറൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കാതിരുന്നത് എന്നതിനെ കുറിച്ച് പറയുന്നത്. കാരണം ഫെഡറൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കാനുള്ള ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അമേരിക്കയിൽ ഫെഡറൽ സംവിധാനങ്ങളായിട്ട്, ഫെഡറൽ സിസ്റ്റമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. തളി നെഹ്റു സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായർ അനുസ്മരണം നടത്തി. വായനശാല പ്രസിഡന്റ് AV ശ്രീധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വായനശാല വൈസ് പ്രസിഡന്റ് TPA ഹമീദ് അധ്യക്ഷനായി. വായനശാല സെക്രട്ടറി CK വിനോദ്, സിന്ധു ശ്രീകാന്ത്, ഷിബില ഷൺമുഖൻ, MP മോഹനവല്ലി, C ഗീത എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പുസ്തക പ്രദർശനവും നടന്നു. കൂറ്റനാട് പ്രതീക്ഷ പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 25-ന് മാനവീയം ഗൃഹസന്ദർശന പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അന്ത്യകാല പരിചരണം ലഭിച്ച പരേതരായ 3757 രോഗികളുടെ വീടുകളിൽ 300 വാഹനങ്ങളിൽ 1000 സന്നദ്ധ സേവന പ്രവർത്തകരാണ് ഏകദിന ഗൃഹസന്ദർശനം നടത്തുന്നത്. ചാലിശ്ശേരി മുലയംപറമ്പത്ത് ക്ഷേത്ര മൈതാനിയിൽ രാവിലെ 9 മണിക്ക് ഫ്ളാഗ് ഓഫ് നടക്കും. തുടർന്ന് തൃത്താല ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളിലെ രോഗികളുടെ വീടുകളിൽ വളണ്ടിയർമാർ സന്ദർശനം നടത്തും. രോഗികൾക്ക് ലഭ്യമായ പരിചരണത്തെക്കുറിച്ച് വിലയിരുത്തുകയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ചോദിച്ചറിയുക എന്നതുമാണ് മാനവീയം ലക്ഷ്യം വെക്കുന്നത്. ഈ 3757 ദിവംഗതരായ രോഗികളുടെ വീടുകളിൽ അവരെ ആശ്രയിച്ചവരില്ല, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ അംഗങ്ങളെ ഒരു ഏകദിന ഗൃഹസന്ദർശന പരിപാടി ഒരുക്കി ജനുവരി 25-ന് ചാലശ്ശേരി മുലയംപറമ്പത്ത് ക്ഷേത്രത്തിൽ നിന്ന് കാലത്ത് 9 മണിക്ക് 300ഓളം വാഹനങ്ങളിലെ 1000-ലധികം സന്നദ്ധ സേവകരും പരിശീലനം സിദ്ധിച്ച നഴ്സുമാരും ഡോക്ടർമാരുടെ നിയന്ത്രണത്തിലും സംരക്ഷണത്തിലും അത് എല്ലാവരെയും ചെന്ന് ആ വീടുകൾ സന്ദർശിച്ച് നേരിട്ട് നമ്മൾ നടത്തിയ സേവനത്തിലെ പോരായ്മകളും കുറവുകളും കണ്ടെത്തി അവയെ ക്രോഡീകരിച്ച് ഇനി വരുന്ന സേവനങ്ങൾ മികവുറ്റതാക്കാനുള്ള ഒരു ശ്രമമാണ് മാനവീയം 2025 എന്ന പേരിൽ ജനുവരി 25-ന് ചാലശ്ശേരി മുലയംപറമ്പത്ത് ക്ഷേത്രത്തിൽ നിന്ന് കാലത്ത് 9 മണിക്ക് ഫ്ളാഗ് ഓഫ് ചെയ്യപ്പെടുന്നത്. നിലവിൽ രാത്രി 10 മണിവരെ നടക്കുന്ന ഹോം കെയർ പരിചരണം ഫെബ്രുവരി മാസം മുതൽ 24 മണിക്കൂറും ലഭ്യമാക്കുന്നതിന് മുന്നോടിയാണ് ഗൃഹസന്ദർശന പരിപാടി നടത്തുന്നത്. പ്രതീക്ഷ രക്ഷാധികാരി ഡോക്ടർ V സേതുമാധവൻ, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ PR വിജയരാഘവൻ, പ്രദീപ് ചെറുവാശ്ശേരി, S സുജിത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, തൃത്താല. പ്രസിദ്ധമായ പട്ടാമ്പി പന്തക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല താലപ്പൊലി ചൊവ്വാഴ്ച ആഘോഷിക്കും. വൈകിട്ട് വിവിധ കമ്മിറ്റികളുടെ ആഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തും.
പട്ടാമ്പി പന്തക്കൽ ബോധി ക്ഷേത്രത്തിലെ മണ്ഡല താലപ്പൊലി നാളെ വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത്. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷ പൂജകൾ ഉണ്ടായിരിക്കും. ക്ഷേത്രം തന്ത്രി ശ്രീധരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കൂത്ത് കൂറയിട്ടത്. താലപ്പൊലി ദിവസമായ ചൊവ്വാഴ്ച രാവിലെ വിശേഷ പൂജകൾ, വൈകുന്നേരം വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ആഘോഷവരവ് എന്നിവ നടക്കും. ഗജവീരന്മാർ, വാദ്യമേളങ്ങൾ എന്നിവ രാത്രി 8 മണിവരെ ക്ഷേത്രമുറ്റത്ത് പ്രവേശിക്കും. രാത്രി വിശേഷ പൂജകൾക്ക് ശേഷം താലപ്പൊലിയും നടക്കും. താലപ്പൊലി ആഘോഷത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ പൂർത്തിയായി. ജനുവരി 11, 12 തീയതികളിൽ കൂറ്റനാട് വെച്ച് നടക്കുന്ന കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തൃത്താല ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപകർക്കായി കായികമേള നടത്തി. കൂറ്റനാട് കണിച്ചിറക്കൽ ടർഫ് ഗ്രൗണ്ടിൽ നടന്ന കായികമേള നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വടംവലി, ഷൂട്ടൌട്ട് മത്സരങ്ങളിൽ വിവിധ ബ്രാഞ്ചുകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുത്തു. K. പ്രസാദ്, PP ഷാജു, E. ബാലകൃഷ്ണൻ, ES ശ്രീകല, VP ശ്രീജിത്ത്, P. ദേവരാജ്, റിനു MR, K. കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. സൗഹൃദ ഫുട്ബോൾ മത്സരവും നടത്തി. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ നാരായണീയ പാരായണ യജ്ഞം നടത്തി. നിരവധി പേർ പങ്കെടുത്തു. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ ഗണപതിയങ്കാവ് നാരായണീയ സമിതിയുടെ നേതൃത്വത്തിലാണ് നാരായണീയ പാരായണ യജ്ഞം നടന്നത്. നാരായണീയ സമിതി സെക്രട്ടറി VP മാധവിക്കുട്ടി യജ്ഞം ഉദ്ഘാടനം ചെയ്തു. R. മീന, PT ഗീത, രമണി അന്തർജനം, PK മിനി, A. സരസ്വതി, P. പത്മാവതി തുടങ്ങിയവരും മറ്റ് സമിതി അംഗങ്ങളും യജ്ഞത്തിൽ പങ്കെടുത്തു. PN രാമൻ, OM അനുജന്മാരാർ, C. വേണുഗോപാൽ, N. മാധവചന്ദ്രൻ, VT ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇതോടെ നിളവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.